4 മാസം നീണ്ട രഹസ്യ നീക്കത്തിനൊടുവിൽ കൊച്ചിയിലെത്തിയ 4 പാഴ്സലുകൾ പിന്തുടർന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ എഡിസണിലേക്ക് എത്തിയത്. ഇയാളുടെ സഹായിയും പിടിയിലായിട്ടുണ്ട്. 2 വർഷത്തിലധികമായി ഇയാൾ ഡാർക്ക് നെറ്റ് വഴി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല തുടങ്ങിയിട്ടെന്ന് NCB പറയുന്നു. നേരത്തെയും ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു. ലഹരി ഇടപാടിൽ ലോകത്തെ തന്നെ ഏറ്റവും കുപ്രസിദ്ധരായ ഇംഗ്ലണ്ടിലെ ട്രൈബ് സ്യൂസിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നതെന്ന് NCB കണ്ടെത്തി. വിപണനം ചെയ്യുന്ന മയക്കുമരുന്നിന്റെ വിലയും അളവും മറ്റും കണക്കാക്കി ഡാർക്ക് നെറ്റ് നൽകുന്ന റേറ്റിംഗിൽ ലെവൽ 4 ഇയാളുടെ സ്ഥാനം. രാജ്യത്ത് തന്നെ ഈ ലെവലിലുള്ള ഒരേ ഒരാൾ ഈ മലയാളിയാണെന്ന് NCB ചൂണ്ടിക്കാട്ടി. ഇയാളുടെ വീട്ടിൽ നിന്ന് പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട്. കെറ്റാമെലോൺ എന്ന പേരിലായിരുന്നു ഇയാളുടെ ഇടപാടുകൾ. ബംഗളൂരു, ഭോപ്പാൽ, പാറ്റ്ന, ഹിമാചൽ, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇയാൾ ലഹരി കയറ്റി വിട്ടിരുന്നതായാണ് NCB പറയുന്നത്. കേരളത്തിൽ നിന്നാണ് പ്രധാനമായും ഈ സ്ഥലങ്ങളിലേക്ക് ലഹരി കയറ്റി അയച്ചിരുന്നത്. എന്തായിരുന്നാലും ഇയാളെ പിടികൂടാനായതോടെ സിന്തറ്റിക് ലഹരി മരുന്ന് വിപണന ശൃംഖലയിലെ ഒട്ടേറെ കണ്ണികൾ മുറിക്കാനായെന്നാണ് NCB ചൂണ്ടിക്കാട്ടുന്നത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.